അത്രയ്ക്ക് വൃത്തികേടാണ് മുകളിൽ നടക്കുന്നത്. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കൂടി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ. കാമുകന്മാരായിട്ടുള്ള കുറേ പെൺപിള്ളേരും ആൺപിള്ളേരും മാത്രമേ ഇതിൻ്റെ മേളിൽ കയറിയുന്നുണ്ട് മണിക്കൂറുകളോളം ചെലവ് ചെയ്യുന്നു. കുറച്ച് പിള്ളേർ ഇതിനകത്ത് കയറിയിരിക്കും. അവരുടെ അഴിഞ്ഞാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, വേറെ ഒന്നുമല്ല. പട്ടി പൂച്ച അനാശ്വാസ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ല വേറെ ആരും പോകുന്നില്ല. സാമൂഹ്യ വിരുദ്ധ ശല്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവന്മാരൊരു സ്ഥിരം പരിപാടിയാണ് താഴെ കൂടെ പോകുന്ന ആളുകളെ ദേഹത്ത് തുപ്പുന്നത്. ഫ്ലൈ ഓവർ ബ്രിഡ്ജുകൾ നോക്കുകുത്തികളാകുന്നു. കാൽനട യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനായി പണിത മേൽപ്പാലങ്ങളിൽ കയറാൻ ആളില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊല്ലത്ത് മാത്രമായി 3 ഇടങ്ങളിലായിട്ടാണ് മേൽപ്പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 1 കോൺവെന്റ് ജംഗ്ഷൻ, 2 ഹൈസ്കൂൾ ജംഗ്ഷൻ, 3ാമത്തേത് ചെമ്മാമുക്കിലുമാണ്. മുഖ്യമായും വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഈ ഫ്ലൈ ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ കാൽനടക്കാർ ഇപ്പോഴും തിരക്കേറിയ റോഡുകൾ മുറിച്ചാണ് കടക്കുന്നത്. $80 ലക്ഷം ചിലവാക്കിയിട്ട് ഒരു വിദ്യാർത്ഥി പോലും ഇതിനകത്ത് കയറാറില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ഉപകാരമൊന്നുമില്ല. ആരും ഇല്ല കൂടെ നടന്ന് ഇത്രയും പൊക്കത്തെ ഒരു ക്രോസ് ചെയ്തും ചെയ്തില്ല. റോഡ് ക്രോസ് ചെയ്ത് തന്നെ കുട്ടികളെല്ലാം പോകുന്നല്ല, പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇല്ല. പിന്നെ കുറച്ച് പിള്ളേർ ഇതിനകത്ത് കയറിയിരിക്കും. അവരുടെ അഴിഞ്ഞാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, വേറെ ഒന്നുമല്ല. അതിൻ്റെ മുകളിൽ നടക്കുന്നതൊക്കെ നമ്മക്കൂടെ നാണക്കേടാണ്. നമ്മുടെ വീട്ടിലും മക്കളൊക്കെ ഉള്ളവരാണ്. നമ്മൾ എന്തെല്ലാം കണ്ടോണ്ടാണെന്നറിയാം ഇവിടെ ഇരിക്കുന്നത്. പിള്ളേർക്ക് പോലും ഒരു മാനേഴ്സ് ഇല്ലെന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്ക് വൃത്തികേടാണ് മുകളിൽ നടക്കുന്നത്. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കൂടി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ. ഈ മേൽപ്പാലം കൊണ്ട് ഇവിടെ പൊതുജനങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് ക്രോസ് ചെയ്ത് ഇറങ്ങുന്നതിന് വേണ്ടിയാണെന്നുള്ള രീതിയിൽ കൂടെയാണ് ഈ പാലം ഇവിടെ പണിതത്. എന്നാൽ സ്കൂൾ കുട്ടികളെ 2 സ്കൂളിലെയും കുട്ടികളെല്ലാം താഴെ കൂടെയാണ് പോകുന്നത്. പിള്ളേർക്ക് പോകാൻ വേണ്ടിയാണ് ഇത് ഇട്ടത്. കുട്ടികളൊന്നും ഇതിലേ കയറുന്നില്ല. പോലീസുകാർ നിന്ന് ഇതിലെ കുട്ടികളെ കയറ്റി വിട്ടാൽ അവർ പോകും. അല്ലാതെ ഇതിനകത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇവന്മാരൊരു സ്ഥിരം പരിപാടിയാണ് താഴെ കൂടെ പോകുന്ന ആളുകളെ ദേഹത്ത് തുപ്പുന്നത്. ഒരു കാര്യങ്ങളും നല്ലതായി ചെയ്യുന്നില്ല. ദീർഘവീക്ഷണത്തോടുകൂടി ഒരു കാര്യവും ചെയ്യുന്നില്ല. നഗരവേദികളിൽ ഇതുപോലെയുള്ള മേൽപ്പാലങ്ങൾ അനിവാര്യമാണ്. എന്നാൽ അവ വേണ്ടും വിധം ഉപയോഗിക്കാതെയുള്ള യാത്രക്കാരുടെ നിസ്സഹകരണവും അധികൃതരുടെ ഉത്തരവാദിത്തമില്ലായ്മയും കാരണം ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച മേൽപ്പാലം വെറും കാഴ്ചവസ്തുവായി മാറുന്നു.
ക്യാമറാമാൻ വിജിൻ കണ്ണോടൊപ്പം ദേവിക സലീം.